ഹലോ എവ്രി വൺ, എൻ്റെ പേര് സാന്ദ്ര. കോട്ടയമാണ് എൻ്റെ സ്വദേശം. 2024 ലേൺ വൈസിലെ ബികോം സ്റ്റുഡൻ്റ് ആണ് ഞാൻ എങ്ങനെയാണ് ലേൺ വൈസിലേക്ക് എത്തിപ്പെട്ടതെന്നും ലേൺ വൈസിലെ എൻ്റെ അനുഭവങ്ങൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഡിഗ്രി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തതിൽ ഞാൻ സംതൃപ്തിയാണ്. എനിക്കതിയായ സന്തോഷമുണ്ട്. കാരണം റെഗുലർ ക്ലാസ്സിൽ പോയാൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ലേൺ വൈസിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. +2 കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്തത്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയി എനിക്ക് ഇത്രയും ഗ്യാപ്പ് വന്നു. എനിക്ക് വേറെ ഒന്നും പഠിക്കാൻ പോകാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പഠിക്കണം. +2 ക്വാളിഫിക്കേഷൻ കൊണ്ട് നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോയപ്പോഴും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഹസ്ബൻഡിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്കൊരു ജോലിയുള്ളത് നല്ലതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് +2 ക്വാളിഫിക്കേഷനുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ജോലി അങ്ങനെ നല്ലതൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്താണേലും എനിക്ക് തുടർന്ന് പഠിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ ആഡ് കാണുകയുണ്ടായി. അങ്ങനെ ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ IHRD കോളേജിൽ 6 മാസ ഡിപ്ലോമ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ അഭിരാമി ഹോസ്പിറ്റൽ കോയമ്പത്തൂരിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് വെച്ചാൽ എനിക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഡിഗ്രി ഉണ്ടെങ്കിലേ നമുക്ക് HR ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ എനിക്ക് HR വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. അപ്പം ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു ഡിഗ്രി ആവശ്യമായിട്ട് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ എന്നെപ്പോലെ ജോലിക്ക് പോകുന്ന കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി ജോലിക്കും പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റെഗുലർ ക്ലാസ്സിൽ പോയി ഡിഗ്രി പഠിക്കാനുള്ളൊരു ഓപ്ഷൻ പോസിബിൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഓൺലൈനിൽ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്ന് ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഓൺലൈനിൽ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് നോക്കാം, നല്ലൊരെണ്ണം ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോ ആടുകളൊക്കെ കണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എനിക്ക് ലേൺ വൈസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അവരുടെ ആഡ് ഞങ്ങൾ കണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ നമ്മൾ എൻക്വയറി ചെയ്യുമ്പം അവരെല്ലാ ഡീറ്റെയിലും ഫീസ് സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ലേൺ വൈസിൽ അഡ്മിഷൻ എടുത്തു. കാരണം ഓൺലൈൻ ആകുമ്പോഴേക്കും ഇപ്പോൾ ഇഷ്ടംപോലെ തട്ടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എനിക്കും പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി എനിക്ക് വേണം, കാരണം റെഗുലർ ക്ലാസ്സിന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഓൺലൈനായിട്ട് എന്താണെങ്കിലും എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്നായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ലേൺ വൈസിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു, ബികോമിന്. അങ്ങനെ എൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടായി. എനിക്ക് ലേൺ വൈസിനെ കുറിച്ച് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ വന്നത്. അപ്പോൾ എനിക്ക് ഇനി ലേൺ വൈസ് തന്ന അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഗുലർ ക്ലാസ്സിൽ പോയാൽ എന്താണോ എങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് അതേ ഒരു ഫീൽ തന്നെയാണ് ലേൺ വൈസിൽ എനിക്ക് തോന്നിയത്. സാധാരണ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ദിവസം ചെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൈൻഡ് ഹാപ്പി അല്ല, എന്തെങ്കിലും ഒരു ഗ്ലൂമി ആയിട്ട് ഇരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മിസ്സുമാർ നമ്മളോട് എന്താ വരാത്ത അല്ലെങ്കിൽ എന്ത് പറ്റി അങ്ങനെയൊക്കെ നമ്മളോട് കോണ്ടാക്ട് ചെയ്യും അല്ലേ. അതേപോലെ തന്നെയാണ് ലേൺ വൈസിൽ നമുക്ക് മെൻറ്റർ സപ്പോർട്ടുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു മെൻറ്ററെയാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് വാച്ച് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ മെൻറ്ററെ വിളിച്ച് നമുക്ക് നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ലേൺ വൈസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് വീക്കെൻഡിലുള്ള മെൻറ്ററുടെ കോളാണ്. കാരണം നമ്മളിപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ പഠിച്ചില്ല എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ മെൻറ്റർ എല്ലാ വീക്കിലും നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തായിരുന്നോ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് നമ്മളെ വീണ്ടും ട്രെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, ശരി നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് വേണ്ട മോട്ടിവേഷനൊക്കെ തന്നാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് മെൻറ്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെഗുലർ ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിലും മന്തിൽ ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും അതിൽ.
അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ലേൺ വൈസിൻ്റെ ഒരു നല്ലൊരു ഇതായിട്ടേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഡിഗ്രി എന്ന എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് എന്ന പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തതിൽ ഞാൻ സംതൃപ്തിയാണ്. എനിക്ക് ഓരോ വീട്ടമ്മമാരോടും എന്നെപ്പോലെ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുകയുള്ളൂ. കാരണം നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പോയാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് ലേൺ വൈസിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് എന്ന പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തതിൽ ഞാൻ സംതൃപ്തിയാണ്. എൻ്റെ അനുഭവങ്ങൾ ലേൺ വൈസിൻ്റെ ഇതൊക്കെയാണ്.